പ്രപഞ്ചത്തിന്റെ ആധാരമായ മഹാദേവനും ശക്തിസ്വരൂപിണിയായ പാർവതി ദേവി, ഇവരുടെ പ്രണയം കേവലം ഒരു കഥയല്ല, മറിച്ച് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യമാണ്. സതിയുടെ വിയോഗത്തിന് ശേഷം കൈലാസത്തിൽ ഏകാന്തനായി തപസ് ചെയ്ത ഭഗവാനെ തന്റെ കഠിനമായ അനുരാഗത്താൽ ഉണർത്തിയ പാർവതിയുടെ കഥ നമുക്ക് നോക്കാം. പ്രപഞ്ചത്തിലെ ആ മഹാപരിണയത്തിന്റെ മനോഹര നിമിഷങ്ങൾ. ഹിമവാന്റെ പുത്രിയായി ജനിച്ച പാർവതിയുടെ മനസ്സ് ചെറുപ്പം മുതലേ ശിവനിൽ അർപ്പിതമായിരുന്നു. കൊട്ടാരത്തിലെ ആഡംബരങ്ങൾ ഉപേക്ഷിച്ച് പർണശാലയിൽ താമസിച്ച് അവൾ ഭഗവാനായി തപസ് ചെയ്തു. വായുവും വെള്ളവും മാത്രം കഴിച്ച് പ്രപഞ്ചം മുഴുവൻ അവളുടെ ഭക്തിയുടെ തീക്ഷ്ണത അറിഞ്ഞു. തപസ് എന്ന് വെച്ചാൽ വെറും പ്രാർത്ഥനയല്ല, അത് തന്റെ ലക്ഷ്യത്തോടുള്ള അചഞ്ചലമായ സമർപ്പണമാണെന്ന് ദേവി ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഒടുവിൽ അവളുടെ ഭക്തി പരീക്ഷിക്കാൻ മഹാദേവൻ തീരുമാനിച്ചു. ഒരു വടുവിന്റെ വേഷത്തിൽ ശിവൻ പാർവതിയുടെ അരികിലെത്തി. ശരീരമാസകലം ഭസ്മം പൂശിയ, പാമ്പിനെ മാലയാക്കിയ ആ ഭിക്ഷുവിനെയാണോ നീ ഭർത്താവായി ആഗ്രഹിക്കുന്നത് എന്ന് വടു പരിഹസിച്ചു. എന്നാൽ പാർവതിയുടെ മറുപടി ഇതായിരുന്നു: ഭഗവാന്റെ യഥാർത്ഥ രൂപം അറിയാത്തവർക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയും. അദ്ദേഹം പ്രപഞ്ചത്തിന്റെ നാഥനാണ്. ഈ മറുപടിയിൽ സംപ്രീതനായ മഹാദേവൻ തന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി. തന്റെ ഭക്തയുടെ മുന്നിൽ പ്രപഞ്ചനാഥൻ തലകുനിച്ച നിമിഷമായിരുന്നു അത്. ഹിമവാന്റെ കൊട്ടാരത്തിൽ വെച്ച് ദേവീ ദേവന്മാരുടെയും ഋഷിമാരുടെയും സാന്നിധ്യത്തിൽ ആ മനോഹരമായ വിവാഹം നടന്നു. വിഷ്ണു ഭഗവാൻ പാർവതിയുടെ സഹോദരനായ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കൈലാസം ആനന്ദത്താൽ നിറഞ്ഞു. ശിവനും പാർവതിയും വേർപിരിയാനാവാത്ത ഒന്നാണെന്ന്, പ്രകൃതിയും പുരുഷനും ഒന്നായാലേ പ്രപഞ്ചം പൂർണ്ണമാകുമെന്ന് ആ വിവാഹം ലോകത്തെ ഓർമ്മിപ്പിച്ചു. ഈ കഥ നമുക്ക് നൽകുന്ന സന്ദേശം ഒന്നാണ്: ശുദ്ധമായ പ്രണയത്തിനും ഭക്തിക്കും മുന്നിൽ ഏതൊരു ദൈവവും വശപ്പെടും. കൈലാസത്തിലെ ആ ദിവ്യ ദമ്പതികളുടെ കൈലാസത്തിൽ അവർ ഒന്നിച്ച് ചിലവഴിച്ച നിമിഷങ്ങൾ അതീവ സുന്ദരമായിരുന്നു. ശിവന്റെ ജടയിൽ നിന്നൊഴുകുന്ന ഗംഗയുടെ തണുപ്പും നെറ്റിയിലെ ചന്ദ്രകലയുടെ വെളിച്ചവും പാർവതിക്ക് കൂട്ടിരുന്നു. ഭഗവാൻ തന്റെ പ്രിയതമയ്ക്കായി ലോകത്തിലെ ഏറ്റവും മനോഹരമായ കഥകൾ പറഞ്ഞു കൊടുത്തു. ചിലപ്പോൾ ഭഗവാന്റെ നൃത്തത്തിന് ദേവി താളമായി, മറ്റു ചിലപ്പോൾ ശാന്തമായ ധ്യാനത്തിൽ അവർ ഒരേ ആത്മാവായി മാറി. ശിവനില്ലാതെ ശക്തിയില്ല, ശക്തിയില്ലാതെ ശിവനുമില്ല. ഈ തത്വത്തിന്റെ പൂർണ്ണരൂപമാണ് അർദ്ധനാരീശ്വരൻ. പുരുഷനും സ്ത്രീയും പരസ്പര പൂരകങ്ങളാണെന്നും സ്നേഹത്തിന്റെ പരമോന്നത രൂപം ഒന്നായിത്തീരലാണെന്നും അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു. കൈലാസത്തിലെ ആ ചെറിയ കുടുംബം, ഗണപതിയും സുബ്രഹ്മണ്യനുമൊക്കെയുള്ള അവരുടെ നിമിഷങ്ങൾ ഏതൊരു സാധാരണക്കാരൻ്റെയും മനസ്സ് നിറയ്ക്കുന്നു. ഇന്നും കൈലാസത്തിന്റെ മഞ്ഞുപാളികൾക്കിടയിൽ ആ ദിവ്യ പ്രണയത്തിന്റെ സ്പന്ദനമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. സ്നേഹവും ക്ഷമയും സമർപ്പണവുമാണ് ശിവപാർവതി പ്രണയത്തിന്റെ സന്ദേശം. ഈ മനോഹരമായ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു.